തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ പഞ്ചായത്ത് ഭരണം UDFന് ലഭിച്ചിരിക്കുകയാണ്. CPM കളിച്ച നെറികെട്ട കളിക്ക് CPMലെ തന്നെ അംഗം നൽകിയ ശക്തമായ മറുപടിയാണ് കോൺഗ്രസിന്റെ കൈകളിലേക്ക് ആ പഞ്ചായത്തിനെ എത്തിച്ചത്. അതോടെ CPMന്റെ ചതി മനസ്സിലാക്കിയ വിജയപ്രദീപൻ എന്ന അംഗം പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അതായത് മിനിഞ്ഞാന്ന് CPM അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വിജയപ്രദീപനെയാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ ചതിക്കാൻ ഒരു നിമിഷം പോലും വേണ്ടാത്ത CPM, ഒരു മടിയുമില്ലാത്ത CPM എന്ന പാർട്ടി പൊടുന്നനെ ഇക്കാര്യത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. ഇന്നലെ മറ്റൊരംഗമായ ചിത്രകലയെ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയായിരുന്നു CPM നേതൃത്വം. ഇതോടെയാണ് ചതിക്കുന്നവരുടെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്നുറപ്പിച്ച വിജയപ്രദീപൻ കോൺഗ്രസിൽ ചേർന്നത്. CPM അംഗമായിരുന്ന വിജയപ്രദീപൻ കോൺഗ്രസിലേക്ക് എത്തിയതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണം UDFന് ലഭിക്കുകയാണ്. കോൺഗ്രസ് വിജയപ്രദീപനെ തന്നെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയായിരുന്നു. മത്സരത്തിൽ വിജയപ്രദീപ് വിജയിക്കുകയും UDFന് അല്ലെങ്കിൽ കോൺഗ്രസിന് ഭരണം ലഭിക്കുകയും ചെയ്തു. അതായത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ 7 സീറ്റുകൾ കോൺഗ്രസിനും 7 സീറ്റുകൾ CPMനും 5 സീറ്റുകൾ BJPക്കുമാണുള്ളത്. BJP ആരുടെ ഭാഗത്തു നിൽക്കാതെ മാറി നിന്നു. കോൺഗ്രസും CPMും പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് വിജയപ്രദീപൻ എന്ന അംഗത്തെ സ്വന്തം പാർട്ടി തന്നെ പറഞ്ഞു പറ്റിച്ചത്. ചതിയും വഞ്ചനയും പതിവാക്കിയ CPM നേതൃത്വത്തിന് ഇപ്പോൾ തുടർച്ചയായി പഞ്ചായത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കഴിഞ്ഞ ദിവസമാണ് നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്ത് CPMന് നഷ്ടപ്പെട്ടത്. അവിടെയും കോൺഗ്രസ് അംഗം പഞ്ചായത്ത് പ്രസിഡന്റായി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെയാണ് തൊടുപുഴ മുനിസിപ്പാലിറ്റിയും CPMന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടത്. അവിടെ CPM ദുർഭരണത്തിനെതിരെ മറ്റു പാർട്ടികൾ എല്ലാവരും UDFനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതായത് സംസ്ഥാന ഭരണത്തിൽ കണ്ടുവരുന്ന അതേ പ്രവണത താഴെത്തട്ടിലും വ്യാപിക്കുകയും CPMന്റെ തദ്ദേശ ഭരണങ്ങൾ പോലും ജനം മടുത്തു തുടങ്ങുകയും ചെയ്തതോടെയാണ് ഗ്രാമങ്ങളും നഗരങ്ങളും കേരളത്തിൽ CPMനെ ഉപേക്ഷിച്ചു തുടങ്ങിയത് എന്ന യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നും ബോധ്യമാകുന്നത്. ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സൂചനയായിട്ടാണ് കേരള സമൂഹം കാണുന്നത്.